ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ വോട്ടർ പട്ടികയിൽ അട്ടിമറി നടന്നുവെന്ന ആരോപണം കടുപ്പിച്ച യുഡിഎഫും എൽഡിഎഫും. ഇപ്പോഴത്തെ ആരോപണം കള്ളമെന്നാണ് ബിജെപിയുടെ മറുപടി. ഇതിനിടെ തൃശൂർ ലോക്സഭാംഗം കൂടിയായ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ കാണാനില്ലെന്ന് KSU പോലീസിൽ പരാതി നൽകി. ദേശീയ തലത്തിൽ രാഹുൽ ഗാന്ധി തെളിവുകളുമായി രംഗത്തെത്തിയതിന് പിന്നാലെയാണ് തൃശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയത്തിൽ യുഡിഎഫും എൽഡിഎഫും ആരോപണമുയർത്തിയത്. വ്യാജ വോട്ടർമാരെ കണ്ടെത്താൻ വ്യാപക പരിശോധനയ്ക്കാണ് കോൺഗ്രസ് ഒരുങ്ങുന്നത്. ഇത് തൃശ്ശൂരിൽ നടന്നിരിക്കുന്നത് ഗൗരവതരമായിട്ടുള്ള കാര്യമാണ്. അവിടെ സുരേഷ് ഗോപി ജയിച്ച സാഹചര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇത് ഫലപ്രദമായി പരിശോധിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരണം നൽകണമെന്ന് CPIM ജനറൽ സെക്രട്ടറി MA ബേബി. തൃശൂർ പാർലമെന്റ് മണ്ഡലത്തെ തൊട്ടുകിടക്കുന്ന വ്യത്യസ്ത അസംബ്ലി മണ്ഡലങ്ങളിൽ വോട്ട് ചെയ്തു. തൃശൂർ ഈ നഗരത്തിൽ വന്നും അവർ വോട്ട് ചെയ്തു. എന്നാൽ ആരോപണം കള്ളമെന്നാണ് BJP പ്രതികരണം. വലിയ വിജയത്തെ അപമതിപ്പിക്കാനും ആ വിജയം സമ്മാനിച്ച തൃശൂരിലെ വോട്ടർമാരെ അപമാനിക്കാനുമാണ് CPM-ന്റെയും കോൺഗ്രസിന്റെയും നേതൃത്വം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതേസമയം സ്ഥലം MP-യായ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ കാണാനില്ലെന്ന് KSU തൃശൂർ ജില്ലാ ഘടകം പോലീസിൽ പരാതി നൽകി. പരാതിക്ക് പിന്നാലെ സുരേഷ് ഗോപിയുടെ തൃശൂർ ചേറൂർ ഓഫീസിന് പോലീസ് സുരക്ഷ വർദ്ധിപ്പിച്ചു. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.